പ്രഭാഷകൻ 38 അധ്യായം. നിനക്ക് അവനെ ആവശ്യമുണ്ട് എന്ന പ്രഭാഷകൻ 38:1 പറയുന്നത് ആരെക്കുറിച്ചാണ്? വൈദ്യനെ. വൈദ്യന്റെ ജ്ഞാനം എവിടെ നിന്ന് വരുന്നു? അത്യുന്നതനെ. കർത്താവ് വെള്ളത്തെ എന്തുകൊണ്ട് മധുരീകരിച്ച് തന്റെ ശക്തി വെളിപ്പെടുത്തിയത്? തടിക്കഷ്ണം. കർത്താവ് സൃഷ്ടിച്ച ഔഷധങ്ങൾ അവഗണിക്കാത്തവൻ ആരാണ്? ബുദ്ധിയുള്ളവൻ. രോഗം വരുമ്പോൾ ഉദാസീനാകാതെ കർത്താവിനോട് എന്തു ചെയ്യണം? പ്രാർത്ഥിക്കണം. കർത്താവിന്റെ മുമ്പിൽ പാപം ചെയ്യുന്നവനെ എന്തു നേടേണ്ടി വരും? വൈദ്യസഹായം. തെറ്റ് തിരുത്തി നേരായ മാർഗത്തിലേക്ക് തിരിയുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് എന്ത് കഴുകിക്കളയണം? പാപം. വിജയം ആരുടെ കൈകളിൽ സ്ഥിതി ചെയ്യുന്ന അവസരമുണ്ട് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? വൈദ്യന്റെ. വൈദ്യനെ കർത്താവാണ് നിയോഗിച്ചത്. അവന് എന്ത് സ്ഥാനമാണ് നൽകേണ്ടത്? അർഹമായ. ദുഃഖം എന്ത് കലാശിക്കുന്നു? മരണത്തിൽ. ആരും ആക്ഷേപിക്കാതിരിക്കാൻ അവന്റെ യോഗ്യതയ്ക്ക് അനുസൃതം എത്ര ദിവസം ദുഃഖം ആചരിക്കണം? 1 2? ഹൃദയഭാരം നിറഞ്ഞ ജീവിതം ആരുടെ? ദരിദ്രന്റെ. എന്തിനെ ഓർത്താണ് ദുഃഖത്തിനെ അകറ്റിക്കളയേണ്ടത്? ജീവിതാന്തം. ആര് വിശ്രമിക്കുമ്പോൾ അവനെക്കുറിച്ചുള്ള സ്മരണ അവസാനിക്കണം? മരിച്ചവൻ. ആരുടെ വിജ്ഞാനം വിശ്രമത്തിനെ ആശ്രയിച്ചിരിക്കുന്നു? പണ്ഡിതന്റെ. ഇരുമ്പ് പണിക്കാരന്റെ മാംസം ഉരുക്കിക്കളയുന്നത് എങ്ങനെ? അഗ്നിയിൽ തട്ടി വരുന്ന കാറ്റുകൊണ്ട്. കാലുകൊണ്ട് ചക്രം തിരിച്ച് ജോലി ചെയ്യുന്നത് ആര്? കുശവൻ. ഉലയിലെ ചൂടേറ്റ് ഇരുമ്പ് പണിക്കാരന് എന്ത് സംഭവിക്കുന്നു? ഇല്ലാതാക്കുന്നു. അവർ എന്തിന്റെ ഘടന നിലനിർത്തുമെന്നാണ് പ്രഭാഷകർ പറയുന്നത്? ലോകത്തിന്റെ. കൂടമടിക്കുന്ന ശബ്ദമാണ് അവന്റെ കാതുകളിൽ. അവന്റെ കണ്ണുകൾ പണിത്തരങ്ങളുടെ രൂപഭംഗിയിൽ പതിയുന്നു.
അവ പണിക്കുറ തീർത്ത് അലങ്കരിക്കാൻ ഇവൻ ദത്തസദ്ധനാണ്. ഇങ്ങനെ പറയുന്നത് ആരെക്കുറിച്ച്? ഇരുമ്പു പണിക്കാർ. പ്രഭാഷകൻ 38-ാം അധ്യായത്തിൽ അവസാനം പറയുന്ന തൊഴിലാളി വിഭാഗം കുശവന്മാർ. പ്രഭാഷകൻ 39-ാം അധ്യായം. അവൻ മഹാന്മാരെ സേവിക്കുന്നു. ഭരണാധിപന്മാരുടെ മുമ്പിലും അവന് പ്രവേശനമുണ്ട്. ആർക്ക്? നിയമപണ്ഡിതൻ. ജനതകള് അവന്റെ എന്ത് പ്രഘോഷിക്കും? വിജ്ഞാനം. ആരുടെ ജ്ഞാനത്തെ പുകഴ്ത്തും? അതൊരിക്കലും മാഞ്ഞു പോവുകയില്ല. അവന്റെ സ്മരണ അപ്രത്യക്ഷമാവുകയില്ല. അവന്റെ നാമം തലമുറകളിലൂടെ ജീവിക്കുമെന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ്? നിയമപണ്ഡിതൻ. സുചിന്തമായ കാര്യങ്ങള് എനിക്ക് ഇനിയും പറയാനുണ്ട് എന്ന് പറഞ്ഞ ശേഷം ആരെ പോലെ പൂരിതനാണ് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? പൂർണ്ണചന്ദ്രനെ പോലെ. എന്ത് പൊഴിഞ്ഞ് പ്രാർത്ഥനാപൂർവം അവന് കർത്താവിൽ നന്ദി പറയുന്നത്? വിജ്ഞാന വചസ്സുകൾ. എങ്ങനെ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുകയും അവിടത്തോട് നന്ദി പറയുകയും ചെയ്യുവിൻ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? സ്തുതികളോടും ഗാനാലാപത്തോടും വീണാനാദത്തോടും. എന്താണ് അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല എന്ന് പറയുന്നത്? മർത്തിന്റെ പ്രവൃത്തികൾ. പ്രഭാഷകൻ 39 അധ്യായത്തിൽ പ്രഭാഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്ന 2 ചോദ്യങ്ങൾ എന്തെല്ലാം? ഇതെന്ത്? എന്തുകൊണ്ട്? ആർക്ക് അവിടുത്തെ മാർഗം രുജുവാണ്? വിശുദ്ധർക്ക്. ജനതകള് അവിടുത്തെ കോപത്തിനിരയാകും. അവിടുന്ന് ശുദ്ധജലത്തെ ഉപ്പാക്കി മാറ്റുന്നത് പോലെ. മനുഷ്യന്റെ ജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങള് എന്തൊക്കെയാണ് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ജലം, അഗ്നി, ഇരുമ്പ്, ഉപ്പ്, ഗോതമ്പ്, പാല്, തേൻവീഞ്ഞ്, എണ്ണ, വസ്ത്രം. കോപാവേശത്താല് അവ ആഞ്ഞടിക്കുന്നു. സംഹാര മുഹൂർത്തത്തില് അവ ശക്തി മുഴുവൻ ചൊരിഞ്ഞ് സൃഷ്ടാവിന്റെ കോപം ശമിപ്പിക്കുന്നത് എന്ത്? പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ട കാറ്റുകൾ. തിന്മ ദുഷ്ടനെന്ന പോലെ നന്മ ആർക്ക് വേണ്ടി ആദ്യം മുതൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടു? ശിഷ്ടർക്ക്. അവിടുത്തെ അനുഗ്രഹം ഡാഷ് പോലെ വരണ്ട ഭൂമിയെ ആവരണം ചെയ്യുന്നു. വെള്ളപ്പൊക്കം പോലെ അതിനെ പുതുക്കുന്നു. നദി എന്ന. ആർക്കാണ് ഇവയെല്ലാം നന്മയായും ക്രിസ്തുക്ക് തിന്മയായും പരിണമിക്കുന്നത് എന്ന് പ്രഭാഷകൻ 39-ാം അധ്യായത്തിൽ പറയുന്നത്? ദൈവഭക്തർക്ക്. ഹിംസജന്തുക്കളുടെ ദംഷ്ട്രകളും തേളുകളും അണലികളും ദൈവഭയമില്ലാത്തവനെ ശിക്ഷിച്ച് നശിപ്പിക്കാനുള്ള ഡാഷ് അങ്ങനെ തന്നെ. വാളും. കർത്താവിന്റെ പ്രവൃത്തികൾ എന്താണ്? ഉത്തമമാണ്. പൂർണ്ണ ഹൃദയത്തോടെ ഉച്ചത്തില് ഗീതം ആലപിച്ച് ആരുടെ നാമം വാഴ്ത്തുവാൻ എന്നാണ് പറയുന്നത്? കർത്താവിന്റെ. അഗ്നിയും കന്മഴയും ക്ഷാമവും മഹാമാരിയും എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവ? പ്രതികാരത്തിനായി.
സർവശക്തനായ കർത്താവ് കനിഞ്ഞാലേ എന്തിന്റെ ചൈതന്യം അവനിൽ നിറയും. ജ്ഞാനത്തിന്റെ. ആരുടെ മുമ്പിലാണ് പ്രാർത്ഥനകൾ അർപ്പിക്കുന്നതും പാവമോചനത്തിനായി യാചിക്കുകയും ചെയ്യുന്നതും? അത്യുന്നതന്റെ. ആരെ അന്വേഷിക്കാനാണ് അവന് നിയമപണ്ഡിതൻ അതിരാവിലെ താല്പര്യപൂർവ്വം എഴുന്നേൽക്കുന്നു? സൃഷ്ടാവായ കർത്താവിനെ. അവന്റെ നിയമപണ്ഡിതൻ ചിന്തയും അറിവും നേരായ മാർഗത്തിലേക്ക് തിരിയും. അവിടുത്തെ രഹസ്യങ്ങളെക്കുറിച്ച് എന്തു ചെയ്യും? ധ്യാനിക്കും. പ്രഭാഷകൻ പുസ്തകം 39 അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 35.